ഇപ്പോഴെന്താ പരിപാടി എന്നറിയോ? നമ്മളെ കുഞ്ഞു സ്വർഗത്തിൻ്റെ മുകളിലിടാൻ കുറച്ച് പട്ട വേണം. ഇനി വെയിലല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു പാടം. അപ്പോൾ അതിൻ്റെ പേര് പള്ളിപ്പാടം എന്നാണ്. പള്ളിപ്പാടത്തിൻ്റെ മുതലാളി എന്ന് പറയുന്നത് ഒരു ഉമ്മറാക്കയാണ് കേട്ടോ. അപ്പോൾ ഈ പാടത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഉമ്മറാക്ക പറഞ്ഞിട്ടുണ്ട്, നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പട്ട ഞങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ ഇടാൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞാണിയാക്കി ഇങ്ങനെ പോരുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്ലോഗാണ് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇത് വലിയൊരു പാടാണ്, പള്ളിപ്പാടം എന്ന് പറയും. ഞങ്ങൾക്ക് കൂണൊക്കെ പൊടിയണ കാലത്ത് ഞങ്ങൾ ഇതിനെ കൂണ് തിരഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കൂണൊക്കെ കിട്ടും ഇവിടുന്ന്. ഇഷ്ടം പോലെ ഒന്നും പറയണ്ട, കുറച്ചൊക്കെ കിട്ടും. അതാക്കണ് ഇപ്പം തേങ്ങ പൊളിച്ച് പിന്നെ തേങ്ങ കൊണ്ടേക്കണ്. അപ്പോൾ കുറച്ച് പട്ടാളുണ്ട്, ഒക്കെ മുറിഞ്ഞിക്കണല്ലേ. പറ്റൂല. നീളല്ലാത്തത് കൊണ്ടേ രണ്ടെണ്ണാക്കി ഇട്ടൂടെ? പറ്റൂല. അപ്പൊ പറ്റൂല. പറ്റൂലല്ലേ? കൊഴപ്പല്ലേ? മുറിച്ചൂലേ? അപ്പൊ ഇതാണ് കേട്ടോ ഈ പള്ളിപ്പാടം എന്ന് അറിയണത്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ മാസവും എന്ന് അറിയും പോലെ നാളികേരം ഇടും. നാളികേരം ഇട്ടാൽ ഇതുപോലുള്ള പട്ടകൾ ഉണ്ടാവും. ഈ പഴുത്ത ഉണങ്ങിയ പട്ടയൊക്കെ വെട്ടി മാറ്റുമല്ലോ. അപ്പോൾ ആ പട്ട ഞങ്ങൾ ചോദിച്ചതേന്നു കേട്ടോ. ഇതൊക്കെ വെട്ടി മുറിച്ചിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിറയെ ഇതിലെന്ന് പറയുന്നത് നാളികേരം, തെങ്ങും കഴുങ്ങ്, വാഴ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാടത്ത്. ആദ്യമൊക്കെ ഇവിടെ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു, ഇവിടെയൊക്കെ നെല്ലായിരുന്നു. അന്ന് ഇത് പള്ളീൻ്റെ ഒരു പാടായിരുന്നു. അങ്ങനെയാണ് ഇതിന് പള്ളിപ്പാടം എന്ന് പേര് വന്നത്. ഇപ്പം അത് പള്ളീൻ്റെ ഭാഗമൊന്നും അല്ല, പക്ഷെ എന്നാലും ആ പേര് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പള്ളിപ്പാടം എന്ന് പറയും. കുഴപ്പമില്ല, ഒരു സൈഡ് ഉണ്ടല്ലോ. കത്തി ഞാനെടുക്കാം. കത്തി എവിടെ? എവിടെ? അങ്ങനെ ആകെ ഒരു കെട്ട് പട്ടേനിട്ട് കിട്ടിയത്. അപ്പോൾ ഉള്ളത് ഇപ്പോൾ കൊണ്ടോട്ടെ. ഇതൊക്കെ മുറിച്ച് കഷ്ണാക്കിയതുകൊണ്ട് ഇതൊന്നും പറ്റൂല. മണ്ണൊന്നും ആവൂലല്ലോ ഇതിമേ. ചതിലേറുവോ? അപ്പോൾ അതാ നമ്മൾ പട്ടയൊക്കെ കുറച്ച് കൊണ്ടുവന്ന് വെച്ചു നമ്മുടെ പുരൻ്റെ മുകളിലിടാൻ, ഷെഡിൻ്റെ മുകളിലിടാൻ കേട്ടോ. ഇനി വേനൽക്കാലമല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ കുഞ്ഞാനാക്കാക്ക് ഞാൻ തൽക്കാലം നേന്ത്രപ്പഴം പുഴുങ്ങിയതും ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 10 മണിയാകുമ്പോഴത്തേനാണ് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഉച്ചയാകുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് അംഗൻവാടി ലീവായിരുന്നു. ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇട്ടത്.
അപ്പോൾ ഇത് ഓട്ടട ചുടുകയാണ്. ഓട്ടടൻ്റെ റെസിപ്പി എല്ലാവരും ചോദിച്ചിരുന്നു. താത്താങ്ങൾ ഓട്ടട ചുടുമ്പോൾ അടിയിൽ കരിയണമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ഓട്ടടയാണ്, അതെന്താണ് ചട്ടിയിൽ പിടിക്കാത്തത്? ഞങ്ങൾ ചുടുമ്പോൾ ഓട്ടട അടി കരിഞ്ഞ് പോവുകയാണ്, അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നുമില്ല മക്കളെ, നമ്മൾ തീ ഒന്നായിട്ട് ആളി കത്തിക്കരുത്. ആളിന് കത്തിച്ചാൽ എന്ത് ചെയ്യും, നമ്മളെ ഓട്ടടൻ്റെ അടി കരിഞ്ഞ് പോകും, പിന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് തിന്നുമ്പോൾ കാണാം ഒരു ജാതി കരിഞ്ഞ ചൊവയും ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, നല്ലോണം കൊണ്ട് കത്തിക്കാതെ പാകത്തിന് തീ കത്തിച്ച് ഞാൻ അത് മറിച്ച് കാണിച്ചു തരാം. നമ്മളെ ഓട്ടട അടിയൊന്നും കരിഞ്ഞിട്ടില്ല, അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കുഴപ്പമില്ല. ഓട്ടട നല്ലോണം മുരിഞ്ഞ് വേവും ചെയ്തിട്ടുണ്ട്, കരിഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഞാനിപ്പോൾ പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കഴുകി അരക്കുമ്പോൾ അതിലൊരു സ്പൂണ് ചോറിടണം കേട്ടോ. ചോറ് ഇടുക, പിന്നെ കുറച്ച് ആകെ ഒരു നാളികേരത്തിൻ്റെ മുറി എടുക്കണം, അതിൽ പകുതി നാളികേരം അരക്കുണിയിലിടുക. അതായത് അരിയും ഒരു സ്പൂണ് ചോറും പിന്നെ മുറി നാളികേരത്തിൻ്റെ പകുതി ഇട്ട് നമ്മൾ അരക്കുക. എന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ചുടുമല്ലോ, ചുടുന്നതിൻ്റെ മുന്നേ നമുക്ക് ബാക്കിയുള്ള അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം എടുത്ത് വെച്ചിട്ടില്ല, അതും ഇട്ട് ഉപ്പ് ഇട്ടിട്ട് കലക്കുക. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ, 2 തുള്ളി വെളിച്ചെണ്ണ അതിക്കണ്ട് ഒഴിച്ച് മാവ് ഉപ്പിട്ടിട്ട് നല്ലോണം കലക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ചുട്ടാൽ മതി. അടിയിലൊന്നും പിടിക്കൂല, ഒന്നും ബേജാറാകണ്ട. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മൺചട്ടിയിലൊക്കെ ചുടുമ്പോൾ പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ തീ കത്തിക്കലുണ്ടല്ലോ, ഒരു പാകത്തിന് കത്തിക്കണം. ഇതിപ്പോൾ കനലടുപ്പാണ്, നല്ലോണം നാളി കത്തിച്ചാൽ ഇതും കാര്യം. ഇതിൻ്റെ ബേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പത്തിൻ്റെ ഇതും തന്നെ നല്ല സോഫ്റ്റ് അപ്പമാണ്, നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ടട്ടതിട്ട് കണ്ടോ കാണി, ഒരു കുഴപ്പമില്ല. നമ്മൾ ഓട്ടട ഒക്കെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ തീ ഏറും വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് കത്തിക്കണില്ല കേട്ടോ. അപ്പോൾ ചട്ടിൻ്റെ ഉള്ളിൽ നല്ലൊരു തുണി കഷ്ണം കൊണ്ടൊന്ന് തുടച്ച് പൊടിയും കരിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ അപ്പം പാരാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചുട്ട് നോക്കുകൊണ്ട് നിങ്ങൾ അപ്പം ചുടുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ 2 തുള്ളി വെളിച്ചെണ്ണ മാവുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചുട്ട് നോക്കുകൊണ്ട് കേട്ടോ. അത് നമ്മൾ ചട്ടിയിൽ അടി പിടിക്കാതിരിക്കാനും നമ്മൾ അപ്പം സോഫ്റ്റ് ആകാനും ടേസ്റ്റ് കൂടാനും ഒക്കെ നല്ലൊരു ഗുട്ടൻസാണ് ഈ 2 തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇന്ന് നമുക്ക് മീനും മാങ്ങി വെച്ചിട്ട് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ. കറിയാണ്, ചാറുകറി. ഈ നല്ല പച്ച മാങ്ങയും, ഇത് പാകത്തിന് പുളിയുള്ളൂ, നല്ല പുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങേനെ, ഇപ്പോൾ എവിടെയും മാങ്ങയൊന്നും കിട്ടാനില്ലല്ലോ അല്ലേ. ഇപ്പോൾ വല്ലാതെ മൂച്ചൊന്നും എവിടെയും പൂത്തിട്ടൊന്നുമില്ല. നമ്മളെ ഇവിടുത്തെ മൂച്ചൊന്നും പ്രാവശ്യം പൂവിട്ടിട്ടില്ല, തണുപ്പ് കുറവായിട്ടാണെന്ന് അപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് 2 ഉണക്കമീനുണ്ട്, തള ഒരു ചെറിയ മീൻ, അതിൻ്റെ തലയും വാലൊക്കെ ഇട്ടിട്ട് ചാറും വെക്കണം. ചോറ് അതിലിടക്ക് വെന്ത് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ മാങ്ങി മീനിട്ട് കറി വെക്കണത് റെസിപ്പി പറഞ്ഞുതരാം, എല്ലാവരും കണ്ടോളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചങ്ങോട്ട് മാങ്ങ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് വെന്തത് പെട്ടെന്ന് പോകും. 2 പച്ചമുളകാണ് കീറിയിട്ടെടുക്കുക, 3 പച്ചമുളകും കീറിയാണ്ട് ഇട്ടെടുത്തത് നല്ലോണം വേവിക്കുക, ഉപ്പിട്ടിട്ട് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നാളികേരവും 2-3-4 വെളുത്തുള്ളിപ്പോണയും കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ടെടുക്കേണ്ടത്. ആ പെരിഞ്ചീരകം എടുത്തുകൊണ്ട് നമ്മൾ മീൻ കറി ഇടുന്നതല്ലേ, മീൻ കറി ഇട്ടിട്ടില്ല, വെറും മാങ്ങ കറിയാണ് വെച്ചെങ്കിൽ നമുക്ക് ചെറിയ ജീരകം അരച്ചാൽ മതി, അതായത് നല്ല ജീരകം. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ ഇടുന്നതുകൊണ്ട് 2 മണി പെരുംജീരകം ഇടുക, എന്നിട്ട് അതാണ്ട് അരക്കുക. നമ്മളെ മീൻ ഇട്ടിട്ട് നല്ലോണം വെന്തിട്ട് നമ്മളെ നാളികേരം അരച്ചതാണ് പാരുക. അപ്പോൾ നമ്മളെ മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആ ബെല്ലൈക്കണൊക്കെ ഉണ്ട് അമർത്തി പൊട്ടിച്ചോളൂ, എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളേ. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിലേക്കുള്ള കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടടേക്കും നമ്മൾ ഈ കറി തന്നെയാണ് കൂട്ടുന്നത് കേട്ടോ. ഓട്ടടേക്കും തന്നെ ഈ മീൻ കറി നല്ല ടേസ്റ്റ് കാരം ഉണക്കാം. മീൻ ഒരു 3-4 ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളൂ, എന്നാലും ചോറുക്കും ഈ കറി തന്നെ, അതുപോലെ ഓട്ടടയ്ക്കും ഈ കറി തന്നെയാണ് കേട്ടോ കൂട്ടുന്നത്. എന്നിട്ട് 2 കറിവേപ്പിൻ്റെ അതിൻ്റെ മുകളിലാണ്ട് ഇട്ട് കൊടുക്കുക. അത് തന്നെ ഞാൻ അപ്പം ഇത് തൂമിക്കണമൊന്നുമില്ല, കടുക് ഇറക്കണമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കൂട്ടുക. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടാക്കണ്ടേ, ഇത് പോരല്ലോ.
അപ്പോൾ ദാ ഞാൻ ഉണക്കമീൻ പൊരിക്കാൻ കേട്ടോ. ഉണക്കമീൻ പൊരിക്കാന്ന് പറയുമ്പോൾ നല്ല തളമീനാണ്. തളമീൻ നമ്മൾ പൊരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലവണ്ണം കഴുകി അതിൽ ഉപ്പും അഴുക്കും ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് പൊരിക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം കുറേ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു 10-25 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നാലേ ഇതിലുള്ള ഉപ്പൊക്കെ ഒലിച്ച് പോവുള്ളൂ, അഴുകി പോവുള്ളൂ കേട്ടോ. ഉപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഉണക്കമീൻ എന്ന് പറയുന്നത് നല്ലോണം ഉപ്പിൽ കുഴച്ചിട്ടാണ് ഇവർ കേട് വരാതിരിക്കാൻ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കുറേ സമയം വെള്ളത്തിലിട്ട് കളയുമ്പോൾ അത് വൃത്തിയാവും ചെയ്യും, പിന്നെ അതിൻ്റെ ഉപ്പും പോകും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നല്ല കുറച്ച് പച്ചമുളകും കൂടി പൊരിച്ചാൽ പിന്നെ ഇത് പോരെ ചോറിന് കറി. അപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ ഇഷ്ടം എന്ന് പറയുന്നത്. ഉണക്കമീൻ എന്നൊന്നും പൊരിക്കൂല കേട്ടോ. ഇങ്ങനെ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉണക്കമീൻ ഇങ്ങനെ പൊരിക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ പൊരിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുക. അപ്പോൾ പിന്നെ ചൂടാറുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളക് കഴുകി, ഉപ്പ് ഇടില്ല കേട്ടോ, ഉപ്പിടാതെ ഈ എണ്ണയിലിട്ട് പൊരിക്കും. കാരണം എന്നിട്ട് ഈ എണ്ണയിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അങ്ങനെയാണ് പൊരിക്കുക ഞാൻ പച്ചമുളക് കേട്ടോ. ഉണക്കമീൻ പൊരിച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടുകൊണ്ടാണ് പച്ചമുളക് ഞാൻ പൊരിച്ചെടുക്കുക കേട്ടോ. പച്ചമുളക് വേറെ പാത്രത്തിലെടുത്ത് വയ്ക്കും, ഉണക്കമീൻ വേറെ പാത്രത്തിലെടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഉണക്കമീൻ പൊരിച്ചിട്ട് അതിൽ പച്ചമുളക് പൊരിച്ചിട്ട് ആ പച്ചമുളകും ഉണക്കമീനും കൂടെ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നമ്മളെ മീൻ തണുത്ത് പോകും കേട്ടോ. അപ്പോൾ മീനിൻ്റെ കൂടെ പൊരിച്ച പച്ചമുളക് ഒരിക്കലും ഇട്ട് വെക്കരുത്. പച്ചമുളക് വേറെ പാത്രത്തിൽ നമ്മൾ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പച്ചമുളകും തണുത്ത് പോവും, ഉണക്കമീനും തണുത്ത് പോവും. അപ്പോൾ വേറെ പാത്രങ്ങളിൽ ഇട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, നമുക്ക് ഒരു ദിവസം വരെ വൈകുന്നേരം, ഇപ്പോൾ രാവിലെ ഉച്ചയാകുമ്പോഴത്തേനും വൈകുന്നേരത്തിനും കൂടെയാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേനും ഉണക്കമീനൊക്കെ പറ്റ തണുത്ത് കറുമുറും ഉണ്ടാവില്ല. അതാണ്, അല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കേടൊന്നും വരില്ല. അതിന് വേണ്ടി ഉണക്കമുളകും പച്ചമുളകും പൊരിച്ചത് വേറെ പാത്രങ്ങളിലാണെങ്കിലോ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉണക്കമീൻ എപ്പോൾ എടുക്കുകയാണെങ്കിലും കറുമുറു എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കോണ്ട് കേട്ടോ. ഇതായിരിക്കും നല്ലത്, കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടോ, ഈ ചട്ടിയിൽ ഇനിയിപ്പോൾ എണ്ണ കുറച്ചല്ലേ ഉള്ളൂ, ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉപ്പിൻ്റെ തരി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ പച്ചമുളക് കഴുകി കീറിയിട്ട് അതണ്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക. ഇനി കണ്ടോ, ഇത് നല്ല കറുമുറു മീനാണ്. അടച്ച് വെച്ചാൽ ഇത് കറുമുറുമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ കണ്ടോ, ആ എണ്ണയ്ക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ കീറിയ പച്ചമുളക് കണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം, ഈ മുളക് ഇങ്ങനെ പൊളിച്ചതുകൊണ്ടേ മുളകിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഉപ്പിൻ്റെ തരി അങ്ങോട്ട് ആ എണ്ണയിലിട്ട് അങ്ങോട്ട് കൂടിക്കോളും. അപ്പോൾ ഉപ്പ് ഏറും ചെയ്യരുത് കേട്ടോ. ഉപ്പ് ഏറിയാൽ കുഴപ്പമാണ്, ഉപ്പില്ലെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ കണ്ടോ, മുളകും റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.